ഒന്നിങ്ങോട്ട് മാറുന്നത് കേട്ടേ പെടുന്നേറ്റ്. അല്ല നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞ മറ്റുള്ളവരോട് ഇത് റപ്പായി ചേട്ടനാ. മാറേ ഒന്ന് മാറി കേറി വാറടിച്ചേ കേറ്. ആ വണ്ടി വിടാൻ പറ. ഇവിടെ എത്തുന്ന കല്ലെടുത്തു കൊടുക്കാനല്ലാതെ എനിക്കൊന്നും അറിയില്ല സാറേ. കൊമ്പനക്കാളന്മാർക്ക് കാശുണ്ടാക്കാൻ പാവങ്ങളുടെ ജീവൻ വേണം. എന്നെ ഉപദ്രവിക്കില്ല സാർ, ഞാൻ ശരിയാക്കി തരാം. എന്റെ അപ്പം കുടിച്ചിരുന്നു. ഒന്നും അറിയില്ല. സ്ഥിരക്കാരൊക്കെ പെട്ടിട്ടുണ്ട്. ആ കടവത്തെ ആശുപത്രി എന്ന് നോക്ക്, അവിടേക്ക് എല്ലാരും കൊണ്ടുപോയിരിക്കണം. ഇവനെ ഞാനൊന്ന് പെരുമാറിയിട്ട് അപ്പനും കുടിച്ചിട്ടുണ്ടോടാ? അറിയില്ല, ഞാൻ ആശുപത്രിയിലൊന്നും 8 പേര് ആശുപത്രിയിലുള്ളൂ, അതിലില്ല. രാവിലെ മുതൽ കുടിച്ചവരല്ലേ, ഓരോന്നൊക്കെ എവിടെയൊക്കെ വീണെടുക്കുന്ന ആര് കണ്ടു? അപ്പാ എന്തടാ കിടന്ന് കീറുന്നത്? നിന്റെ അപ്പൻ ചത്ത. എന്താടാ? എന്താന്നറിയില്ല, എനിക്ക് എന്റെ അപ്പനെ കാണണമെന്ന് കൊതി തോന്നി. എന്താ ഇന്ന് മോന്താന്നും പോയില്ലേ? മോന്താൻ പോണു. നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാലത്ത് എഴുന്നേറ്റ് പരുത്തിക്കുരു, പിണ്ണാക്ക്, വൈക്കോല്, പിന്നെ നിന്റെ അമ്മയുടെ തേങ്ങ ഇങ്ങോട്ട് നടക്കണ്ട. നാളെ തൊട്ട് നീ കഞ്ഞിയും ചോറൊന്നും വേണ്ട. ഞാനും പുല്ലി തിന്നാൻ പോവാ. നീ ആ MLA ഒന്ന് ഫോണിൽ കിട്ടുമെന്ന് നോക്ക്, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി? 18 പേർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതിലൊരാളുടെ നില സീരിയസാ. ഒരു ഓട്ടോ ഡ്രൈവർ വാസു, അയാളുടെ കൂടെ വന്ന നാട്ടുകാർ വയലന്റാ. ഡോക്ടർ രാജീവായിട്ട് സംസാരിച്ചില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നോക്കണ്ട. ഞാൻ ACP ആയിട്ട് സംസാരിച്ചു. തൽക്കാലം ഒന്ന് മുങ്ങി നിന്നേ പറ്റൂ. അറസ്റ്റ് ഒഴിവാക്കാൻ വേറെ വഴിയില്ല. അറസ്റ്റ് ഉണ്ടാവൂല്ലേ ഇങ്ങനൊരു ഇഷ്യൂ ആകുമ്പോ? അല്ല, ഷാപ്പിന്റെ ലൈസൻസ് അമ്മച്ചിയുടെ പേരില. മൈ ഗോഡ്. അമ്മച്ചൊന്ന് സ്റ്റേഷൻ വരെ വരണം. കൊമ്പനക്കാട്ടിൽ കൊച്ചു ത്രേസ്യ. അതെ, വന്നോളൂ. അമ്മച്ചി വാ. ആ SI ഒന്ന് കാണണം. ഡോണ്ട് വറി, ഞാനെല്ലാം നോക്കിക്കോളാം. ഇതിപ്പോ ജാമ്യം കിട്ടിയതാ അല്ലേ വക്കീലേ? അതെ. അപ്പോ കേസിനും വിസ്താരത്തിനൊക്കെയായി ഇനിയും കോടതി വിളിപ്പിക്കും, അങ്ങനെയല്ലയോ? എന്തായി? ഒരു വിധത്തിൽ ജാമ്യം കിട്ടി. ആശുപത്രിയിൽ കിടക്കുന്നതില് ഒരുത്തന്റെ കാര്യം ഇച്ചിരി കുഴപ്പാ. കുറെ അലവലാതി നാട്ടുകാരും കൂടിയിട്ടുണ്ട് അവന്റെ കൂടെ. എലിയമ്മേ, അമ്മച്ചെ കൊണ്ട് കിടത്തിക്കോ, നല്ല ക്ഷീണം ഉണ്ടാവും. 5-8 ലക്ഷം രൂപ ഒരൊറ്റ അടിക്കങ്ങ് പൊട്ടി. ആ ഷാപ്പിന് നമുക്ക് വേണ്ട ചായ. ഷെറിനും കുരിയച്ചനൊക്കെ വന്നിട്ടുണ്ട്. ഊണ് കഴിച്ച ഉറക്കുവാ. ഇച്ചായന് കഴിക്കാൻ എടുക്കട്ടെ? എങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. എടി, ഇതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഒരു ബിസിനസ് ആകുമ്പോ ചില അടികളൊക്കെ കിട്ടും. എന്നാലും അമ്മച്ചി ഇവിടെ ഒറ്റ കിട്ടിച്ച് നീ നിന്റെ കെട്ടിയുള്ള മക്കളെ മാത്രം നേരത്തെ മാറ്റി നിർത്തിയല്ലോ. അല്ലേലും സ്വന്തം അമ്മച്ചിയുടെ പേരിൽ ആരെങ്കിലും കള്ള് ഷാപ്പ് നടത്തും? തോണിച്ചന്റെ അമ്മച്ചി ഇറക്കിക്കൊണ്ട് വന്നില്ലയോ? പിന്നെന്താ? പാർട്ടി സെക്രട്ടറി വഴിക്ക് ഞാൻ കേന്ദ്രത്തിൽ ഒരു പിടിമുറുക്കിട്ടാ ഇപ്പൊ ജാമ്യം കിട്ടിയത്. ആ വകയിൽ കുറെ രൂപ എനിക്കും ചെലവായിട്ടുണ്ട്. രൂപ ചെലവാക്കി കേന്ദ്രത്തിൽ പിടിക്കാൻ ഞാൻ പറഞ്ഞോടാ നിന്നോട്. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനും എനിക്കറിയാം കേട്ടോ. അതിനിവിടെ വേറെ ആരും കൈയും കാലോട്ട് അടിക്കണ്ട. അമ്മച്ചിയുടെ പേരിൽ ലൈസൻസ് എടുക്കുമ്പോ ഞങ്ങളോട് ആരോടും ചോദിച്ചായിരുന്നു? അത് തന്നെയല്ല, ഒരുത്തർ അത്യാസന്ന നിലയെ ആശുപത്രി കിടക്കുക. അവനെങ്ങാനും ചത്തുപോയാൽ കൊമ്പനക്കാട്ടെ അമ്മച്ചിക്ക് അന്ത്യകുതാശ കൊടുക്കാൻ വികാരി അച്ഛനെ കൂട്ടി ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ബാംഗ്ലൂർ വിളിച്ച് ജോയിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കണമല്ലോ. എന്ത് കാര്യം?
ഇപ്പൊ തന്നെ ഈ കേസിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവായി. അതുകൊണ്ട് തീരുവോ? ഇല്ല, ഇനിയും വേണം ലക്ഷങ്ങള്. ഇതൊക്കെ ഇവക്കും ഇവിടെ പിള്ളേർക്കും കൂടെ ആവശ്യപ്പെട്ടതാ. എന്റെ കാര്യം പോട്ടെ, കൊമ്പരക്കാട്ടെ സ്വത്തും പണം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ സ്വീകരിച്ചത്. ഇയാൾ കുറെ കാലമായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട്. കണ്ടവന്റെ ലോറി ഓടിച്ചു നടന്നിരുന്ന കുര്യച്ചൻ പിന്നെ ലോറി വാങ്ങിയത് മുതലാളി ആയതൊക്കെ കൊമ്പനക്കാട്ട കാശ് കൊണ്ട് തന്നെ. ഈ എച്ചിത്തരം വിളിച്ചു പറയുമ്പോ ഇടക്കിടക്ക് അതുകൂടെ ഒന്ന് ഓർത്തോണം കേട്ടോ. അതേടാ, കുര്യച്ചൻ എച്ചിയാ. എന്നപ്പം മാർക്കറ്റ് ചോടെടുത്തിട്ടുണ്ട്, കള്ള് ഷാപ്പിൽ മീൻ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. എങ്കിലും കുര്യച്ചൻ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനിയാ. എനിക്കിതിനൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷേ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ആ, ലോറി ഓടിച്ചിട്ടാണെങ്കിലും കുര്യച്ചൻ അഭിമാനം പറ്റി ജീവിച്ചിട്ടില്ല. പാടി വരാൻ. ഞാനും കൊമ്പനക്കാട്ട് മാത്തൂട്ടിയുടെ മോള് തന്നെയാ. എന്റെ ചേച്ചി അവിടെ വലിഞ്ഞാൽ വന്നൊന്നുമല്ല. എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട കുടുംബ സ്വത്തെടുത്ത് ഈ കേസിന് ചെലവഴിക്കാൻ പറ്റുകയില്ല. കുടുംബ സ്വത്തൊന്നും എടുക്കാതെ തന്നെ ഈ കേസ് നടത്താനുള്ള വക ടോണി വേറെ കണ്ടിട്ടുണ്ട്. അത് ഓർത്ത് ആരും ഉറക്കം കളയണ്ട. കുഞ്ഞുമോള എന്താടി? ഞാൻ അമ്മച്ചിരെ കൊടുക്കാം. അമ്മച്ചി ഇതാ കുഞ്ഞുമോള. അമ്മച്ചിയുടെ വിശേഷങ്ങളൊക്കെ നീ അങ്ങ് പറഞ്ഞേച്ചാ മതി. ഇതാ സ്വഭാവം. പിന്നെങ്ങനാ? നിന്നെ വന്നൊന്ന് കാണണമെന്ന് എപ്പോഴും വിചാരിക്കും. അതെങ്ങനെ കോടതി സ്റ്റേഷനും വിസ്താരവും ഒക്കെ ആയിട്ട് നിനക്കൊരു ശാലം പോലും ഒഴിവില്ലല്ലോ. എന്റെ കർത്താവേ, തീ തിന്നുമ്പോ അത് ചങ്കി കെട്ടുകയും കൂടെ ചെയ്താലോ? നീ അങ്ങ് ഓഞ്ഞു പോയല്ലോടിയേ. ഓ, ഇനിയിപ്പോ ഓഞ്ഞാലെന്നാ വളഞ്ഞാലെന്നാ. ഞാനേ ഇച്ചിരി ഉണ്ണിയപ്പവും കുഴലപ്പവും ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. കൊണ്ട് അങ്ങോട്ട് വരാമെന്ന് വെച്ചാൽ അവിടെ പത്രാസുകാരൊക്കെ വന്നിരിക്കുമല്ലയോ. വേലിക്ക കൊണ്ടുവന്നാ നീ തിന്നുവോടിയേ? നമ്മുടെ വേലിക്കും പാടത്തും ചെളിയിലൊക്കെ തന്നെ അല്ലായിരുന്നോടി. എന്നാ നീ നിക്ക്, ഞാൻ ഇപ്പം വരാം. നീ അവിടെ നില്ല്, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ കുഴലപ്പം അച്ചപ്പൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്നുവാൻ തോന്നും. നീ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക രുചിയാ. അയ്യോ, പണ്ട് പാടത്ത് പണിക്ക് വരുമ്പോ ആ തൂക്കുപാത്രത്തിൽ നീ കൊണ്ടുവരാനുള്ള വെള്ളച്ചോറും തലേനത്ത് മീൻ കൂട്ടാനോ ഇപ്പോഴെന്റെ നാക്കേലുണ്ട്. ഷുഗറും കൊളസ്ട്രോൾ ഒക്കെയാ. ഇനി കുഞ്ഞുമറിയത്തിന്റെ പലഹാരം വേലിക്ക് വന്നാ കിട്ടുകയല്ല. വേണമെങ്കിൽ അങ്ങ് അമേരിക്കയിലോട്ട് വരണം. അതെന്നാ? ഞാൻ അമേരിക്കക്ക് പോവാടി. പോകുമ്പോ കൊണ്ടുപോകാനുണ്ടാക്കിയതല്ലോ ഇതൊക്കെ. നേരാണോടി? ഇളയ മോൻ തോമസ് കുട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. വിസായും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടത് മിനിഞ്ഞാന്ന് കിട്ടി. നീ ഭാഗ്യമുള്ളവളാ കുഞ്ഞുമറിയേ. ഓ, എന്നാ ഭാഗ്യവാ. ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളേ. നമ്മുടെ കിനാശ്ശേരി, ചാത്തോത്തുമുക്ക്, പടിയക്കണ്ടി കേൾക്കുമ്പം തന്നെ എന്നാ സുഖവാ. ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് കേൾക്കണ്ടേ നിനക്ക്? അയ്യോ, പിന്നെയും മറന്നു. ഓ, ഒരാഴ്ച എടുത്ത് അതൊന്ന് വായിച്ചു പഠിക്കാൻ. സാൻ ഫ്രാൻസിസ്കോ. മൂത്തവൻ അങ്ങ് ഫിലാഡൽഫിയയില. ആ മക്കളെ അമേരിക്കയിലെ നഴ്സന്മാർക്ക് കെട്ടിച്ചുവിട്ട തള്ളമാരെ ശിക്ഷിക്കാൻ ദൈവം തമ്പുരാൻ അറിഞ്ഞിട്ട സ്ഥലപ്പേരുകൾ അമേരിക്കയിൽ മൊത്തം. ഈ വയസ്സുകാലത്ത് ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ കർത്താവേ? അതിന് അവരെ കൊണ്ടല്ലേ അവിടെ. അതുങ്ങൾ അമ്മച്ചി അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുമ്പോ നീ വേറൊന്നും ആലോചിക്കണ്ട. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ രണ്ടാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ വീടടിച്ചു കൊടുക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയില്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000 10,000 ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും. ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ? ഓ, ചത്തു കഴിഞ്ഞാ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശ്ശേരി ആയാലെന്നാ. കാലത്ത് ഞാൻ പോകും. പോകുമ്പോ എന്റെ മുമ്പിലൊന്നും വന്ന് നിന്നേക്കരുത്. ആ